നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ 3 തരത്തിലുള്ള മറുപടികൾ കിട്ടും. ഒന്നാമത്തെ മറുപടി, പ്രാർത്ഥിക്കുന്ന അതേ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ കരങ്ങളിൽ കൊണ്ടുവന്നു തരും. പത്രോസിന്റെ വിടുതലിന് വേണ്ടിയാണ് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥിച്ച കാര്യം എന്താണോ അത് തന്നെ ആ പ്രാർത്ഥിച്ചവരുടെ ഭവനത്തിൽ ദൈവം കൊണ്ടുവന്നു കൊടുത്തു. ഇതാണ് ഒന്നാമത്തെ വിധത്തിലുള്ള പ്രാർത്ഥനയുടെ മറുപടി. രണ്ടാമത്തെ മറുപടി, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുമായിട്ട് നമ്മൾ മുന്നേറുമ്പോൾ ദൈവത്തിൻ്റെ സമയത്തിനായി നമ്മൾ കാത്തിരിക്കേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു ഉദാഹരണത്തിന്, അബ്രഹാമിന് 75 വയസ്സുള്ളപ്പോഴാണ് ഞാൻ നിനക്കൊരു വാഗ്ദത്ത സന്തതിയെ തരുമെന്ന് പറഞ്ഞത്. എത്ര വർഷം അദ്ദേഹം കാത്തിരുന്നു? നീണ്ട 25 വർഷങ്ങൾ കാത്തിരുന്നപ്പോഴാണ് ആ വാഗ്ദത്തത്തെ കാണുവാൻ അബ്രഹാമിനും സാറായിക്കും കഴിഞ്ഞത്. അവർ വെയിറ്റ് ചെയ്തു. അവർ 25 വർഷങ്ങൾ വെയിറ്റ് ചെയ്തു. ഈ ഭൂമിയുടെ പരപ്പിൽ നിന്ന് അവർ പോകുന്നതിന് മുൻപ് ദൈവം വാഗ്ദത്തം ചെയ്തത് അവരുടെ കരങ്ങളിലേക്ക് ദൈവം കൊടുത്ത് ദൈവം അവരെ മാനിച്ചു. അവൾ പ്രാർത്ഥനാ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മളൊന്ന് കാത്തിരിക്കുവാൻ, വെയിറ്റ് ചെയ്യുവാൻ തയ്യാറാകണം. അപ്പോസ്തലന്മാരും ആദിമവിശ്വാസികളും പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തിനു വേണ്ടി ഏകദേശം 10 ദിവസങ്ങളോളം വെയിറ്റ് ചെയ്തു. അങ്ങനെ 10 ദിവസം കാത്തിരുന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചതിനെ അവർക്ക് ലഭിച്ചു. മൂന്നാമത്തെ മറുപടി, പൗലോസ് തന്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. 3 വട്ടം പ്രാർത്ഥിച്ചു. വളരെ സങ്കടത്തോടെ ആണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. പക്ഷേ പ്രാർത്ഥിച്ച കാര്യം അദ്ദേഹത്തിന് കൊടുത്തില്ല. പകരം വേറൊന്ന് കൊടുത്തു. എൻ്റെ കൃപ നിനക്ക് മതി. പ്രാർത്ഥിച്ചത് സൗഖ്യമാണെങ്കിൽ കിട്ടിയത് എന്താണ്? കൃപ. ഏതാ വലുത്? സൗഖ്യമാണ്. ശാരീരികമായ സൗഖ്യമാണോ വലുത്? ദൈവത്തിന്റെ കൃപയാണോ വലുത്? നമുക്കെല്ലാവർക്കും അറിയാം, ദൈവത്തിന്റെ കൃപയാണ് വലുത്. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ, കൃപമേൽ കൃപയുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അതിശക്തമായിരിക്കുമെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. ദൈവം അത് കൊടുത്തു. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇങ്ങനെ 3 തരത്തിലുള്ള മറുപടികൾ എല്ലാവരുടെയും പ്രാർത്ഥനാ വിഷയത്തോടുള്ള ബന്ധത്തിൽ ലഭിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയിൽ നമ്മൾ ശക്തമായി മുന്നേറുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.